എറണാകുളം കൂത്താട്ടുകുളത്ത് തട്ടിക്കൊണ്ടുപോയ കൗൺസിലർ കലാരാജുവിനെതിരെ വീഡിയോ പുറത്തുവിട്ട് CPIM. സാമ്പത്തിക ബാധ്യതകൾ അന്വേഷിക്കാം എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതായുള്ള കലാരാജുവിന്റെ സംഭാഷണമാണ് CPIM പുറത്തുവിട്ടത്. തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണ് കലാരാജുവിന്റെ പ്രതികരണം. CPIM ഭരിക്കുന്ന സഹകരണ ബാങ്കിലെ സാമ്പത്തിക ബാധ്യത ചൊല്ലിയാണ് കലാരാജു പാർട്ടിയുമായി അകന്നത്. സാമ്പത്തിക ബാധ്യത തീർക്കാമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തെന്ന കലാരാജു തന്നെ സഹ കൗൺസിലർമാരോട് സമ്മതിക്കുന്ന വീഡിയോയാണ് CPIM പുറത്തുവിട്ടത്. ഇത്രയും വർഷങ്ങളായിട്ട് ജയിക്കുന്ന പാർട്ടിയാണ്. ഇന്നലെ ഒരു വാക്ക് അവരെവിടെയാണ് നിൽക്കണ്ടേ? തന്നെ ഭീഷണിപ്പെടുത്തിയാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് കലാരാജു പ്രതികരിച്ചു. നമ്മളെ അത് ഭീഷണിപ്പെടുത്തി അവരെടുത്ത ക്ലിപ്പാണത്. അവിടെ ചെന്നിട്ട് മുടിക്ക് കുത്തിപ്പിടിച്ചെന്ന് പറയുന്നില്ലേ, വിജയിലേക്ക് വന്നൊരു SFIയുടെ നേതാവാണ് അവനാണ് വടിയായിട്ട് പുറകെ നിന്നിട്ട് പിള്ളേര് പുറത്തുണ്ട്. അപ്പൊ എനിക്ക് പിള്ളേര് എവിടെയാണെന്ന് സേഫ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതിരോധത്തിലായ പാർട്ടി കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. കൂത്താട്ടുകുളത്തെ എല്ലാ വീടുകളിലും കയറി കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ. ഈ കലാരാജുവിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതിനു ശേഷം കലാരാജു പോലീസ് സ്റ്റേഷൻ വന്നതിന് ശേഷം ആദ്യം പത്രക്കാർ പറഞ്ഞൊരു പേരുണ്ട്. അതിൽ ഈ PB രതീഷിന്റെ പേര് പറഞ്ഞു, LC സെക്രട്ടറി ഫെബീഷിന്റെ പേര് പറഞ്ഞു. ബാക്കിയുള്ളതെല്ലാം ശരിക്കും ഫാബ്രിക്കേറ്റ് ആയിട്ട് ഇവരെ പ്ലാൻ ചെയ്തിരിക്കുക, ഇവരെ തലയിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പ്രതിഷേധത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ പ്രതി ചേർത്തു. പോലീസ് എടുത്ത വിവിധ കേസുകളിൽ കലാരാജുവിന്റെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് CPM നേതാക്കളുടെ അറസ്റ്റ്. 24 കൊച്ചി.